ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നാളെ മാർച്ച് 27-ന് വേൾഡ് വൈഡായിട്ട് ലൂസിഫർ 2 എമ്പുരാൻ റിലീസാണ്. ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായി പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് എമ്പുരാൻ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയും പിന്നെ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം, ആരാണ് ഈ സിനിമയിലെ വില്ലൻ. അതായത് ആ ഒരു ഡ്രാഗൻ്റെ സിമ്പിളുള്ള ഡ്രസ്സ് ഇട്ട് നിൽക്കുന്ന ആ ഒരു നടൻ ആരാണെന്നുള്ള കാര്യങ്ങളും ആ ഒരു കഥാപാത്രം എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ചർച്ചയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പലരും പല പേരൊക്കെയാണ് പറയുന്നത്. അതായത് ഷാറൂഖ് ഖാൻ, ആമീർ ഖാൻ, ഫഹദ് ഫാസിൽ, റിക്യൂൺ, ഡോൺലി, അങ്ങനെ കമൽ ഹാസൻ, അങ്ങനെ ഒട്ടനവധി താരങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ ഭയങ്കര റൂമറായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കൂടുതൽ ആമീർ ഖാൻ്റെ പേര് പറയുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഒരുപാട് ഗസ്സിങ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതുവരെ എവിടെയും ഇന്ന ആളാണ് ആ വ്യക്തി എന്നുള്ള കാര്യങ്ങളൊന്നും എവിടെയും പുറത്തു വിട്ടില്ല. പിന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ നിങ്ങൾക്ക് ഒരു ചില സൂചനകൾ ഇന്ന വ്യക്തി ആയിരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കാനാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് കഴിഞ്ഞ് മനസ്സിലാവും, ഓ ഇന്ന വ്യക്തിയാണല്ലേ ഈ വ്യക്തി എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. തുടക്കമേ പറയട്ടെ, ഈ സിനിമ കാണാൻ വേണ്ടി പോണ നിങ്ങളുടെ ആസ്വാദനങ്ങളെയും സസ്പെൻസിനെയൊക്കെ ഇത് ബാധിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ ഇവിടെ ഇപ്പോൾ സ്കിപ്പ് ചെയ്യാം. ഇല്ലെങ്കിൽ ആ ട്വിസ്റ്റ് അറിയണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോകാം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിലപ്പോൾ സ്പോയിലർ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നേരെ സ്പോയിലർ അലർട്ടോട് വെച്ചിരിക്കുകയാണ്. ആ ഒരു കാര്യങ്ങൾ വെച്ച് സസ്പെൻസായിട്ട് ചില കാര്യങ്ങൾ അറിയണമെങ്കിൽ മാത്രം മുന്നോട്ട് പോവുക. ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുക. സ്പോയിലർ അലർട്ട്. ഓക്കെ, അതായത് ആരാണ് ആ ഒരു വ്യക്തി, അതായത് ഈ ഒരു ഡ്രാഗൻ്റെ ജാക്കറ്റ് കണക്കത്തെ സംഭവം ഇട്ട് നിൽക്കുന്ന ഈ ഒരു നടൻ ആരാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞുതരാൻ വേണ്ടി പോവുകയാണ്. അതായത് UK ബേസ്ഡായിട്ടുള്ള ഒരു ടാലൻറ്റ് ഏജൻസി, അതായത് ഇൻ്റർനാഷണൽ ആർട്ടിസ്റ്റ് മാനേജ് ചെയ്യുന്ന ഒരു ഏജൻസി ഉണ്ട്. ഈ ഏജൻസി ഒരു ഹോളിവുഡ് നടന്നൊരു ഫോട്ടോ പുറത്തു വിട്ടായിരുന്നു. അത് L2E എമ്പുരാൻ സിനിമയിലെ ഒരു കഥാപാത്രം ഇന്ന ആളാണ് എന്നുള്ള, അതായത് മെയിൻ വില്ലൻ കഥാപാത്രം ഇത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഒരു ഫോട്ടോ ഒന്ന് പുറത്തു വിട്ടായിരുന്നു. അത് ചില ആളുകൾ കണ്ടിട്ട് കരുതിക്കുന്നത് ഇത് യക്യൂസ ഗാങ്ങിനെ സൂചിപ്പിക്കുന്ന രീതിക്ക് പൃഥ്വിരാജ് സുകുമാരൻ എമ്പുരാൻ സിനിമയിൽ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്ന ഒരു നടൻ ഇന്ന വ്യക്തിയാണെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അത് ഈ ഒരു ഏജൻസി ആ സംഭവം അത് പുറത്ത് ഇട്ട് അവരുടെ ഇൻസ്റ്റാഗ്രാമിലും അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് ഈ സംഭവം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ UK ബേസ്ഡായിട്ടുള്ള ആ ഒരു ടാലൻറ്റ് ഏജൻസി പുറത്തുവിട്ട ആ ഒരു ഡ്രാഗൺ ജാക്കറ്റ് ഇട്ട് നിൽക്കുന്ന വ്യക്തി ഇന്ന ആളാണെന്ന് സൂചിപ്പിക്കുന്ന ആ ഒരു പേരാണ് റിക് യൂണിൻ്റെ പേരാണ് പറയുന്നത്. റിക് യൂണിൻ്റെയും ആൻഡ്രിയ ടിവാഡറിൻ്റെ ഒരു പേരുകളാണ് ഈ ഏജൻസി അവരുടെ ഇൻസ്റ്റാഗ്രാമിലും ഒഫീഷ്യൽ വെബ്സൈറ്റിലും കയറി പോസ്റ്റ് ചെയ്തത്. റിക് യൂണിൻ്റെയും ആൻഡ്രിയ ടിവാഡറിൻ്റെയും ഫോട്ടോ പോസ്റ്റ് ചെയ്ത് അവരിട്ട ക്യാപ്ഷൻ ഇങ്ങനെയാണ്: ഒരു തിളങ്ങുന്ന ഒരു കഥാപാത്രങ്ങളാണ്, ഇതുവരെ കാണാത്ത ആക്ഷൻ സീക്വൻസുകളും ആക്ഷൻ പാക്കുകളുമുള്ള ലൂസിഫർ 2 എന്ന എമ്പുരാൻ സിനിമയിൽ ഇവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യമാണ് ഇതിങ്ങനെ പോസ്റ്റ് ചെയ്ത് കുറച്ച് നേരം മാത്രമേ അവർ ആ പോസ്റ്റ് ഇട്ടിരുന്നുള്ളൂ. അത് കഴിഞ്ഞുടനെ അത് റിമൂവ് ആക്കുകയും ചെയ്തു. പക്ഷേ റിമൂവ് ആക്കിക്കൊണ്ട് മാത്രം കാര്യമില്ല, ഈ ഒരു പോസ്റ്റ് പല വെബ്സൈറ്റുകളിലും ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങ് പ്രചരിക്കുകയുണ്ടായി. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് മാക്സിമം ഇവർ ആ ഒരു സംഭവം ഒരു ദിവസം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ സംഭവം ലീക്കായിപ്പോയി. അപ്പോൾ റിക് യൂണും ആൻഡ്രിയ ടിവാഡറിൻ്റെയും പേരാണ് അവർ പുറത്തിറക്കിയ ആ ഒരു പേരുകൾ. അപ്പോൾ നമ്മൾ കാത്തിരുന്ന ആ ഒരു കഥാപാത്രം, ആ ഒരു ജാക്കറ്റിൽ നിൽക്കുന്ന ഒരു കഥാപാത്രം റിക് യൂൺ ആവാനാണ് ഒരുപാട് ചാൻസ് കൂടുതൽ. ഈ റിക് യൂണിൻ്റെ ഒരു കഥാപാത്രം ഇതിൽ യക്കൂസ എന്ന് പറഞ്ഞ ഒരു റിയൽ ഒരു ഗ്യാങ് ഉണ്ട്. ആ ഗ്യാങ്ങിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന പോലെയാണ് ഇപ്പോൾ ആദ്യം വന്ന ആ ഒരു വൈറ്റ് ഡ്രസ്സ് ഇട്ടതിലും ഇപ്പോൾ ഇന്നലെ ഇറങ്ങിയ ആ ഒരു ബ്ലാക്ക് ഡ്രസ്സിൽ പിന്നെ ടീസറിലൊക്കെ ട്രെയിലറിൽ നമ്മൾ കാണാൻ വേണ്ടി സാധിച്ചത് യക്കൂസ ഗാങ്ങിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കഥാപാത്രമായിരിക്കും റിക് യൂൺ എമ്പുരാൻ എന്ന് പറഞ്ഞ ഈ സിനിമയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. റിക് യൂൺ ആണെങ്കിൽ ഒരു കൊറിയൻ ആക്ടറാണ് പുള്ളി. ഈ ഒരു ആക്ടറെ ഇന്ത്യൻ സിനിമയിൽ കൊണ്ടുവന്നാൽ അത് ഏത് രീതിക്കുള്ളൊരു പവർ കഥാപാത്രമായി മാറുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഗസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്ന ആൻഡ്രിയ ടിവാഡർ പല സ്ഥലങ്ങളിൽ ഒന്ന് മെൻഷൻ ചെയ്യുന്ന പോലെ പറഞ്ഞായിരുന്നു തൻ്റെ ഒരു പ്രോജക്റ്റ് ഒരു ഏജൻസി ലീക്കാക്കിയെന്നും അതൊരു ബിഗ്ഗസ്റ്റ് ഒരു സീക്രട്ടായിട്ട് പൊയ്ക്കൊണ്ടുന്ന കാര്യമാണെന്നും അത് ലീക്കായിപ്പോന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ആൻഡ്രിയ ടിവാഡർ പലയിടത്തും പറയുകയുണ്ടായി. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഈ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട് നിൽക്കുന്ന ഒരു പോസ്റ്റർ ഇന്നലെ ഇറങ്ങിയ സമയത്ത് ഇവിടെ ഒട്ടുമിക്ക ആൾക്കാരും പറയപ്പെടുന്ന രണ്ട് പേരുകളാണ്. ഒന്ന് ആമീർ ഖാൻ്റെ പേരും റിക്കുവിൻ്റെ പേരും
ഭയങ്കരമായിട്ടും കേൾക്കുന്നുണ്ട്. അതായത് ഈ അമീർ ഖാൻ ആണെന്ന് കുറച്ച് ആൾക്കാർ ഉറപ്പിച്ച് വിശ്വസിക്കുന്നുണ്ട്. റിക്കി യൂൺ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അമീർ ഖാൻ എന്തായാലും ആകാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷേ അത് റിക്കി യൂൺ ആവാനാണ് ചാൻസ് കൂടുതൽ. ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏജൻസി പുറത്തുവിട്ട ആ ഒരു പോസ്റ്റിലും പിന്നെ യക്കുസ ഗാങ്ങിനെ റെപ്രസെൻ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചും ആ ഒരു ബാക്ക് ഷോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന ആ ഒരു മാനർസങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് അതിൻ്റെ ഒരു ലുക്കും കാര്യം കണ്ടാൽ ഒരിക്കലും അത് ഫഹദ് ഫാസിലോട്ട് മാച്ച് ചെയ്യുന്നില്ല, അമീർ ഖാനോട്ട് മാച്ച് ചെയ്യുന്നില്ല. അത് ഏറ്റവും ഒരു സിമിലർ, അത് വെച്ചാൽ അത്രയ്ക്കൊരു ട്രസ്റ്റായിട്ട് നമുക്ക് തോന്നുന്ന ഒരു കഥാപാത്രം അത് റിക്യുവിൻ്റെ കഥാപാത്രം തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് അങ്ങനെ നമുക്ക് തോന്നുന്നത്. അമീർ ഖാനെന്നും റിക്യുണെന്നൊക്കെ കേൾക്കുന്ന ഈ ഒരു സമയത്ത് ഞാൻ പൊതുവെ ഒരു കാര്യം പറഞ്ഞാൽ മാർച്ച് 27 ഈ ഷോ കാണുമ്പോൾ നമുക്കറിയാം ആരാണ് ആ ഒരു കഥാപാത്രം ചെയ്യാൻ വേണ്ടി പോകുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാർച്ച് 27 നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അത് മറ്റൊരു ഫാക്റ്റായ കാര്യമാണ്. പക്ഷെ നമുക്ക് ഒരു ഗസ്സിങ് ഉണ്ടല്ലോ, ഇന്ന ആളായിരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ആ ഒരു ലുക്കും ഹൈറ്റും കാര്യങ്ങളെ കൊണ്ട് റിക്കി യൂൺ ആവാനാണ് ഒരുപാട് ചാൻസ് കൂടുതൽ. ഒരിക്കലും അമീർ ഖാൻ എന്തായിരുന്നു, കാരണം അമീർ ഖാൻ്റെ ഒരു ചെവിയൊക്കെ ഒരുപാട് ഒരു സ്ഥലത്ത് ചരിവും കാര്യം കൊണ്ട് ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് ആ ഒരു പൊസിഷനിൽ അധികം കറുവാവാത്ത ഒരു ചെവിയാണ് കാണിച്ചിരിക്കുന്നത്. അമീർ ഖാൻ്റെ മറ്റേ PK സിനിമയിൽ ഒരു ബാക്ക് ഷോട്ട് നമ്മൾ നോക്കാൻ ഞാൻ വളരെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി അമീർ ഖാൻ്റെ ചെവി എന്തായാലും ഇങ്ങനെയല്ല. പിന്നെ ആ ഹൈറ്റും ബോഡി ഷേപ്പും കൊണ്ട് ഒരിക്കലും അമീർ ഖാൻ അവനുള്ള ചാൻസ് ഒട്ടും കാണുന്നില്ല. അത് ആ ഒരു ഹൈറ്റും ആ ഒരു തലയുടെ ആംഗിളും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് റിക്കി യൂൺ അവനാണ് ചാൻസ് ഒരുപാട് കൂടുതൽ. ഒരുപാട് വെബ്സൈറ്റുകളിലും ഒരുപാട് ഇൻ്റർനെറ്റ് പേജുകളിലും ഞാനൊന്ന് തപ്പിയ സമയത്ത് എനിക്ക് വളരെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന രീതിക്ക് ഒരുപാട് വിശേഷണങ്ങളോട് കൂടിയും എനിക്ക് കാണാൻ വേണ്ടി പറ്റിയ പേര് ഏകദേശം ആൾമോസ്റ്റ് കൺഫേം ആണ് എന്നുള്ള കാര്യങ്ങൾ വെച്ച് എനിക്ക് കിട്ടിയ പേര് റിക്യൂണിൻ്റെ പേരാണ് കിട്ടിയ. മിസ്റ്റീരിയസ് വില്ലൻ റിക്യൂൺ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റി. അത് ഇറങ്ങിയ ടൈം ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ ഒരു 4 മണിക്കൂർ മുമ്പാണ് അവർ ആ പോസ്റ്റ് അപ്ലോഡ് ചെയ്തേക്കുന്നത്. 4 മണിക്കൂർ അങ്ങനത്തെ ഒരു ചെറിയൊരു ടൈം പീരീഡ്, 2 മണിക്കൂർ 4 മണിക്കൂർ 7 മണിക്കൂർ അങ്ങനത്തെ ആ ഒരു ഗ്യാപ്പിലാണ് ആ പോസ്റ്റർ ഇറങ്ങിയതിന് ശേഷമുള്ള ഒരു ടൈം പീരീഡിലാണ് അവർ ഇത്രയ്ക്കൊരു വിശേഷണം കൊടുത്ത് റിക്യൂണിൻ്റെ പേര് അവിടെ ഇങ്ങനെ മെൻഷൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു കഥ ഇതിവൃത്തം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഒരു കാര്യങ്ങളൊക്കെ പറയും. ഇപ്പോൾ റിക്യൂണാണ് ഇപ്പോൾ ഒരു സംഭവം പോലെ ഇങ്ങോട്ട് വരുന്നതെങ്കിൽ ഇതെങ്ങനെയോ ഒരു പക്ഷേ ടൊവിനോയുടെ കഥാപാത്രത്തെ സ്വാധീനിച്ച് അവരുടെ ഒരു ബിസിനസ്സിനെ എങ്ങനെ ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നും ഒരു ഫണ്ടിങ്ങിനോ മറ്റോ വേണ്ടി റിക്യൂണിൻ്റെ ഈ ഒരു കഥാപാത്രം ടൊവിനോയുടെ ജിതിൻ രാംദാസ് കഥാപാത്രത്തെ സ്വാധീനിച്ച് അവിടെ ഈ ബിസിനസ് പരമായ ഒരു മുന്നേറ്റം ശ്രമിക്കുന്നതൊക്കെ ആയിരിക്കാം ഈ ഒരു കഥ. അതാണ് ദൈവപുത്രൻ തിരിച്ചു ചെയ്യാൻ നേരത്ത് ചെകുത്താനല്ലാതെ ആരെ ആശ്രയിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ ഒരു ഡെപ്ത് അതാവാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. പക്ഷേ എന്നൊക്കെ പറഞ്ഞാലും റിക്യൂണായിരിക്കും ഈ വേഷം ചെയ്യാൻ വേണ്ടി പോകുന്നതിനകത്ത്. അപ്പോൾ റിക്യൂണിൻ്റെ ഈ ഒരു കഥാപാത്രം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ജിതിൻ രാംദാസിനെ സ്വാധീനിക്കുകയോ അദ്ദേഹത്തെ ഒരു കൺട്രോൾ ചെയ്യപ്പെടുകയോ ചെയ്യുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആക്ടിവിറ്റി ആ ഒരു ഡ്രഗ്സ് ഡീലിംഗ് ഇവിടെ നടത്തുന്നെങ്കിൽ ഇവിടെ സ്റ്റീഫൻ നെടുമ്പള്ളി ഇടപെടും. അതായത് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രം ഡ്രഗ്സ് ഡീലിങ്ങിനെതിരാണ്. ഇദ്ദേഹത്തിൻ്റെ ഖുറേഷി എബ്രഹാം എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമായി മാറുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് ഗോൾഡ് സ്മഗ്ലിംഗ് ബിസിനസ്സാണ്. എന്ന് വെച്ചാൽ ഗോൾഡ് കണ്ടുപിടിക്കുക, വിൽക്കുക. അതുമാത്രമല്ല മസൂദ് ഗ്യാങ് എന്ന് പറഞ്ഞ ഒരു ഗ്യാങ്ങിനെ അവരുടെ ഒരു നേതാവായിട്ട് പോലും പ്രവർത്തിക്കുന്ന ഒരാളാണ് ഈ ഖുറേഷി എബ്രഹാം എന്ന് പറഞ്ഞ. ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ. ആ ഒരു മേഖലയിൽ ഇദ്ദേഹത്തിന് ഒരുപാട് എതിരാളികളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് വരാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഇദ്ദേഹം ഈ ഡ്രഗ്സ് കാർട്ടിലിന് സംഭവിക്കപ്പെട്ട് എതിരാണ് നിൽക്കുന്ന അങ്ങനത്തെ ഒരു വ്യക്തിത്വവും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്റ്റീഫൻ നെടുമ്പള്ളി, ആ ഖുറേഷി എബ്രഹാം എന്ന് പറഞ്ഞ ഒരു വ്യക്തി. അപ്പോൾ ഇത്തരം ഒരു ഡീലിംഗ് ഇവിടെ നടക്കുകയാണെങ്കിൽ സ്റ്റീഫൻ നെടുമ്പള്ളി ഇടപെടും. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചായിരിക്കും ഗോവർദ്ധൻ കം ബാക്ക് സ്റ്റീഫൻ, കം യുവർ ലാൻഡ്, കം ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ ആ ഒരു ട്രെയിലറിൽ പറഞ്ഞ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചൊരു കാര്യങ്ങളായി. ഈ UK ബേസ്ഡ് കമ്പനിയുടെ ഒരു പോസ്റ്റ് ലീക്കായതും അതിൽ ഈ റിക്യൂൻ്റെയും ആൻഡ്രിയ ടിവാഡറിൻ്റെയും ഒരു ഫോട്ടോ വെച്ച് ആ ഒരു സംഭവം ലീക്കായതും അവർ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടതും അത് വെബ്സൈറ്റുകളിൽ വന്നതും ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഈ ഒരു ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരവും ആ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു ബോഡി സ്ട്രക്ചറും ഹൈറ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയ കാര്യം അത് റിക്കി യൂൺ അവനാണ് ഒരുപാട് ചാൻസ് കൂടുതൽ. മറ്റൊരു വ്യക്തി നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ അഭിപ്രായം കൊണ്ട് ഇങ്ങനെ അതിനെ പറഞ്ഞുതരാം. അതായത് നമുക്കിനി പോകേണ്ടത് ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയിലുണ്ട്. നമുക്ക് പോകേണ്ടത് അവിടെ വെച്ച് ഒരു കഥ പറഞ്ഞു വന്നാൽ മാത്രമേ ഇത് റിക്കി യൂൺ ആണെന്നുള്ള കാര്യമോ അല്ലെങ്കിൽ അത് മുഖാന്തരപ്പെട്ട ഒരു ഹോളിവുഡ് നടൻ ആകും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി പോകുന്നത്. പൊതുവെ ആ ഒരു കാര്യം പറയുന്നു. ആ ഒരു എന്താണ് ഇപ്പോൾ ആ ഒരു
രൂപവും ആ ഒരു ഹൈറ്റും ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് റിക്യൂൺ തന്നെയാണെന്നാണ് ഏകദേശം എൻ്റെ ഒരു കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ. മറ്റൊരു വ്യക്തി സങ്കല്പിക്കാനേ പറ്റില്ല. ഇനി എങ്ങനെയൊക്കെ ഒരു AI വെച്ച് പല അമീർ ഖാൻ്റെ ഇത് ഉണ്ടാക്കിയാലും ഇപ്പോൾ ഷാറുഖ് ഖാൻ്റെ ഉണ്ടാക്കിയാലും ടൊവിനോ ആയിരുന്നാലും ആ ഒരു കാര്യങ്ങൾ വെച്ചതൊക്കെ ഒരു എഡിറ്റിംഗ് സംബന്ധപ്പെട്ട പരിപാടിയാണ്. നമുക്ക് നേരെ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് തന്നെ പോകാം. അവിടെ നടക്കുന്ന ഒരു കാര്യം എന്താണ്, സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറഞ്ഞൊരു കഥാപാത്രവും ഈ ഡ്രഗ്സിൻ്റെയൊക്കെ ഒരുപാട് രീതിക്കുള്ള വഴി മുഖാന്തരം അതിനെ തകർക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടത്. അതായത് IUF എന്ന് പറഞ്ഞൊരു പാർട്ടിക്ക് ഒരു ഫണ്ടിങ് ആവശ്യമുണ്ട്. ആ സമയത്ത് ബിമൽ നായർ എന്ന് പറഞ്ഞ വിവേക് ഒബറോയുടെ കഥാപാത്രവും സായ് കുമാറും ചേർന്ന് സ്റ്റീഫനെ ഒരു ബിസിനസ്സിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കുകയാണ്. അത് ആ മുംബൈ ബേസിലുള്ള ഒരു ഏജൻസി നമുക്ക് ഫണ്ട് ചെയ്യും, നമ്മളെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടുതൊക്കെ നടക്കുന്നതൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗുകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്താണ് മോഹൻലാൽ ഒരു എവർഗ്രീൻ ഡയലോഗ് പറഞ്ഞത്, നർക്കോട്ടിക്സ് ഇറ്റ്സ് എ ഡർട്ടി ബിസിനസ്, ഈ ബിസിനസ് ഞാനും ചെയ്യില്ല നീയും ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ. പിന്നെ മസൂദ് ആൻഡ് ഗ്യാങ്ങിന് വെച്ചാൽ ആ ഒരു ഡ്രഗ്സിൻ്റെ കുറേ കാര്യങ്ങൾ തകർക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രത്യേകതരം ഒരു സ്പേസിൽ വന്നിട്ട് ഈ ഒരു ആൾക്കാർ ഈ ഡ്രഗ്സിൻ്റെ ഒരു പരിപാടി തുടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്ന സമയത്താണെങ്കിൽ അവിടെ വന്ന് സ്റ്റീഫൻ നെടുമ്പള്ളി ആ ഒരു ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നുണ്ട്. പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ട്. പിന്നെ ഈ ഒരു വില്ലൻ കഥാപാത്രം നമ്മൾ പറയുന്നു അമീർ ഖാൻ ആയിരിക്കുന്നു. ഒരിക്കലും ഇതൊരു ഇന്ത്യൻ ആക്ടർ ആവാനുള്ള ചാൻസും ഇല്ല. അതിപ്പോൾ ഞാൻ പറയാൻ വേണ്ടി കാരണം അതെന്താ, ഇന്ത്യൻ ആക്ടർക്ക് നിങ്ങൾക്ക് എന്താ ഒരു ഹോളിവുഡ് ലെവലിൽ റോൾ ചെയ്തുകൂടെ എന്നുള്ള ചോദ്യമായിരിക്കും പിന്നെ വരുന്നത്. അപ്പം മോഹൻലാൽ ഇവിടെ സ്റ്റീഫൻ നെടുമ്പള്ളിയായിട്ട് ഖുറേഷി എബ്രഹാമായിട്ട് അവിടെ ഒരു ഇൻ്റർനാഷണൽ സിൻഡിക്കേറ്റഡ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താ അപ്പം അങ്ങനെ ആയിക്കൂടെ എന്നുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാനുള്ള ചാൻസ് ഒരുപാട് കൂടുതൽ. പക്ഷേ അതങ്ങനെയല്ല. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് സ്റ്റീഫൻ നെടുമ്പള്ളി ഇവിടുത്തെ ഒരു ഡ്രഗ്സിൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ പോലും എതിർക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അദ്ദേഹത്തിന് തുല്യം നിൽക്കാനായിട്ട് ഇവിടെ ആരും ഇല്ല. ഒരു ഇന്ത്യൻ കഥാപാത്രങ്ങൾക്കും അതിനെ ഒരിക്കലും ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ കഥാപശ്ചാത്തലങ്ങളും കാര്യങ്ങളും നോക്കി കഴിഞ്ഞാൽ ഈ ഡ്രഗ്സിൻ്റെയൊക്കെ ഒരു ഉറവിടം അത് ഇൻ്റർനാഷണൽ ലെവലാണ്. അവിടെ നിന്നായിരിക്കും ഈ ഡ്രഗ്സിൻ്റെ ഡീലിങ്ങും കാര്യങ്ങളൊക്കെ ഇന്ത്യയിലേക്കും ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലേക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നതൊക്കെ അത് വേൾഡ് വൈഡ് എന്നായിരിക്കും പറഞ്ഞത്. നമ്മുടെ ഈ ഖുറേഷി എബ്രഹാം എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം ഒരു ആഗോള തലത്തിലുള്ള ആളാണ്, ഇൻ്റർനാഷണൽ ലെവലാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു മേഖലയിൽ കൂടെ എതിരെ വരണമെങ്കിൽ അതിനെന്തായിരുന്നാലും ഒരു വേൾഡ് വരുന്ന ഒരാളാണ് വരേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ അതായത് ഒരു ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു ഗാങ്സ്റ്റർ, ഒരു പക്ക ഗാങ്സ്റ്ററിലേക്ക് വരാം. അതാണ് ഇവിടെ റിക്യൂൺ എന്ന് പറഞ്ഞൊരു കഥാപാത്രം. ആ ഒരു കഥാപാത്രം ആവാനാണ് ഒരുപാട് ചാൻസ് കൂടുതലും. അപ്പോൾ ഈ ഡ്രഗ്സിൻ്റെ ആ ഒരു ഡീലിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ ഒരു എമൗണ്ടൊക്കെ പോകുന്നത് ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ കയ്യിലേക്കാണ് പോകുന്നതാണ് ലൂസിഫർ സിനിമയുടെ ഫസ്റ്റ് ഭാഗത്ത് ഇങ്ങനെ പറയുന്നത്. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് അപ്പം നമുക്ക് എന്ത് ചിന്തിക്കേണ്ടത്, ഖുറേഷി എബ്രഹാം എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തി അത്രയ്ക്കും പവർഫുൾ ഒരാളായിരിക്കണം. ഇപ്പോൾ ഖുറേഷി എബ്രഹാം തന്നെ ലോകത്തെ പോലും നിയന്ത്രിക്കാൻ വേണ്ടി പറ്റിയ ഒരു വ്യക്തിയാണ്. അതായത് നമ്മൾ ലൂസിഫർ സിനിമത്തിൽ നമ്മൾ കണ്ടു, അയാൾ മീഡിയനെ വിലയ്ക്ക് മേടിക്കുന്നു, പിന്നെ ആരോഗ്യ മേഖലയിൽ കൈയിടുന്നു, രാഷ്ട്രീയത്തിൽ കൈയിടും ചെയ്യുന്നു. ആ ഒരു കാര്യം ഇദ്ദേഹം എല്ലാത്തിലും കയറുന്ന ലൈക്ക് ഇല്യൂമിനാറ്റി ആ ഒരു ഫാക്ടറുള്ള ഒരാളാണ് ഈ ഒരു സ്റ്റീഫൻ നെടുമ്പള്ളി, ഖുറേഷി എബ്രഹാം. അപ്പോൾ അദ്ദേഹത്തിന് ഒരു എതിരാളി വേണമെങ്കിൽ അതൊരു ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ ഒരാൾ വേണം. അത് ഇപ്പോൾ കാണുന്ന നമ്മൾ ഈ ഒരു ആർമി ഫോഴ്സോ അല്ലെങ്കിൽ കബൂഗായോ ആ ഒരു കാര്യങ്ങളല്ല. അദ്ദേഹം എന്ത് തരം ഒരു ബിസിനസ്സിനെ ടാർഗറ്റ് ചെയ്യുന്നു ആ ഒരു കാര്യങ്ങൾ വെച്ചാൽ അങ്ങനത്തെ ഒരു വ്യക്തിയാകാൻ ഒരുപാട് ചാൻസ് കൂടുതൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ഇതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ സ്റ്റീഫനെ എന്ന് പറയുന്ന ഖുറേഷി എബ്രഹാമിനെ എതിർക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു കഥാപാത്രം ആ ഒരു ഡ്രാഗൺ സിമ്പിൾ ഉള്ളത് ഒരു ഇൻ്റർനാഷണൽ ഗാങ്സ്റ്ററാണ്. അദ്ദേഹം മോർ ഡേഞ്ചറസ് ആണ്. അത് ആ രീതിക്കുള്ള ഇതാണ്. പക്ഷേ ഖുറേഷി എബ്രഹാം എന്ന് പറഞ്ഞ ഒരു നെക്സസിനെ എതിർക്കാൻ വേണ്ടി പോലും പറ്റിയ ഹെൽപ്പുള്ള ഒരു കഥാപാത്രമാണ് വരാൻ വേണ്ടി പോകുന്നത്. ഞാൻ അന്വേഷിച്ച സമയത്ത് ഈ ഒരു കഥാപാത്രവും അതിൻ്റെ പശ്ചാത്തലങ്ങൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞു. അതായത് ഇതിനുള്ള കാര്യം പറഞ്ഞാൽ മറ്റൊരു റിവ്യൂവറുടെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ട കാര്യമാണ്. ദീപക് ദേവ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ സെറ്റ് ചെയ്യുന്നു. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ സെറ്റ് ചെയ്യുന്ന ഒരു ജാപ്പാനീസ്, ചൈനീസ്, മലേഷ്യൻ ഇതിലേക്കുള്ള ഒരു ട്യൂണില്ല. നമുക്ക് ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു തീം നമ്മളെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. ആ രീതിക്കുള്ളൊരു തീമായിട്ടാണ് അവതരിപ്പിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രം ട്രെയിലറിൽ നമ്മൾ കണ്ട സമയത്ത് അതും ആ ഒരു റിവ്യൂവർ പറഞ്ഞ കാര്യമാണ്. എനിക്കതുകൂടെ പറഞ്ഞേ പറ്റൂ. അതായത് ആ ഒരു കഥാപാത്രം നിൽക്കുന്ന ചുറ്റുമായിട്ട് കാണാൻ വേണ്ടി പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ ഒരു ജാപ്പാനീസിനെയോ ഒരു ചൈനീസിനെയോ ഒരു മലേഷ്യനോ തായ്ലൻഡ് റെപ്രസെൻ്റ് നടക്കാത്ത ഒരു ബിൽഡിങ്ങുകളാണൊക്കെ അതിൻ്റെ ഒരു സിമ്പിൾ, ഒരിക്കലും ഒരു ഇന്ത്യൻ കൾച്ചറായിട്ട് തോന്നില്ല. അത് ആ രീതിക്കുള്ള ഒരു കൾച്ചറായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏതോ ആ രീതിക്കുള്ള ഒരു കാറ്റഗറി വന്നതാണ്. ഇപ്പോൾ ജാപ്പാനീസ് ആയിരിക്കാം, ചൈനീസ് ആയിരിക്കാം, കാര്യങ്ങളൊക്കെ ആയിരിക്കാം, അങ്ങനത്തെ ഒരു മലേഷ്യ ഒരു ലെവലായിരിക്കാം.
ഇവിടെയാണ് നമ്മൾ യക്കുസ ഗ്യാങ്ങിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് പറഞ്ഞത്. അവർ ബിസിനസ് വേൾഡ് വൈഡ് ഈ ഡ്രഗ്സ് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു 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 യൂണിവേഴ്സ് പോലെ അവർ ഒരുപാട് പേരുള്ള ഒരു ഗ്യാങ് ആണ് യക്കുസ ഗ്യാങ്. ആ ഒരു ഗ്യാങ് ആണ് ലോകത്തിലെ ഡ്രഗ്സിൻ്റെ ഡീലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത്. ആ ഒരു കാര്യം വെച്ച് അതിലുള്ള ഒരു അംഗമായിട്ടായിരിക്കും ഇവിടെ റിക്കുവിൻ്റെ ഒരു കഥാപാത്രത്തെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്ന ഏക കാര്യം എന്താ അറിയോ? ഇവിടെ ഈ മലയാള സിനിമയുടെ ലെവൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഹോളിവുഡ് സിനിമയുടെ ഒരു റേഞ്ചിലേക്ക് മലയാളത്തിൻ്റെ ഒരു സിനിമ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതായിട്ട് മാറിപ്പോൾ അത്രയ്ക്കൊരു മേക്കിംഗ് ആയിപ്പോൾ പിന്നെ നടക്കാൻ വേണ്ടി പോണത്. ഇതിനെല്ലാം കാരണം മുരളിഗൗഡയുടെ സ്ക്രിപ്റ്റ് വർക്കും കാര്യങ്ങളും പൃഥ്വിരാജിൻ്റെ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിക്കി യൂൺ ആവാനുള്ള ചാൻസ് കൂടുതൽ. യക്കുസ ഗ്യാങ്ങിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഡ്രഗ്സ് ഡീലിങ്ങിൻ്റെ നേതാവായിരിക്കാം. അത് ഖുറേഷി എബ്രഹാം എന്ന സ്റ്റീഫൻ നെടുമ്പള്ളി എതിർക്കുന്നതായിരിക്കാം. അതിൻ്റെ ഒരു ഡ്രഗ്സ് ഡീലിങ്ങിൻ്റെ പരിപാടിയൊക്കെ സ്റ്റീഫൻ തകർക്കുന്നു എന്നുള്ള കാര്യങ്ങൾ കൊണ്ട് അങ്ങനെയും വരാം എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചാണ് ഇപ്പോൾ എനിക്കിവിടെ ഒരു റിക്യൂണിൻ്റെ പേരിങ്ങനെ ഗസ് ചെയ്യാൻ വേണ്ടി പറ്റിയത്. അതായിരിക്കാം, അതായത് UK ബേസിലുള്ള ഒരു ഏജൻസി ആ ഒരു പോസ്റ്റ് പുറത്തുവിട്ട് അത് ലീക്കായിരുന്നു. ആ ഒരു കാര്യങ്ങളും അത് അത്രയ്ക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള സംഭവമാണെങ്കിൽ മാത്രമേ ലീക്ക് ചെയ്യൂ. പിന്നെ 36 കഥാപാത്രങ്ങളെ ഇറക്കി വിട്ട ഇവിടെ ഒരു കാരണവശാലും ആ ഒരു കഥാപാത്രം ആരാണെന്നുള്ള കാര്യങ്ങളൊന്നും ഇവിടെ എവിടെയും പുറത്തുവിടുക. അതൊരു ബിഗ് സസ്പെൻസ് ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഇതും ഒരു കാര്യമാണ്. അത് അത്രയ്ക്ക് ട്വിസ്റ്റ് ആൻഡ് സസ്പെൻസ് ആയിട്ട് കാര്യങ്ങൾ തന്നെ വെച്ചാണ് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ പറയട്ടെ, ഈ ഒരു കഥാപാത്രം റിക്കി യൂൺ ആവാനാണ് ചാൻസ് കൂടുതൽ. അത് എങ്ങനത്തെ ഒരു കഥാപാത്രം എന്നാൽ യക്കുസ ഗാങ്ങിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് ചാൻസാണ് കൂടുതൽ. ഇത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. സോ ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് ഇതാണ് എൻ്റെ ആ ഒരു ഫൈൻഡിങ്സും കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങൾ ഇനി ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ദാറ്റ്സ് റിക്ക് യൂൺ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതങ്ങനെ തന്നെ വരട്ടെ എന്നുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ പറയുള്ളൂ. പിന്നെ ഒരു പക്ഷേ അങ്ങനെയല്ല ഇനി ഈ പറഞ്ഞ ഫഹദ് ഫാസിലോ അമീർ ഖാനോ ഒക്കെ ആണെങ്കിൽ അത് ഈ ഒരു സ്ക്രിപ്റ്റ് ബേസ് ഒരിക്കലും ഒരു സക്സസ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഖുറേഷി എബ്രഹാമിൻ്റെ ഒരു സ്റ്റീഫൻ നെടുമ്പള്ളിയുള്ള ഈ ഡ്രഗ്സ് ഡീലിങ്ങിനൊക്കെ തകർക്കുന്ന ഒരു പ്രോസസ്സിങ് പൊയ്ക്കൊണ്ടിരിക്കാൻ നേരത്ത് അത് അവരുടെ ബിസിനസ്സാണ്. അത് ആരെയാണ്? ഈ യക്കുസ ഗാങ്ങിൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ്. അവരാണ് ഈ ഡ്രഗ്സിനെ ഡീൽ ചെയ്യുന്നത്. ആ രീതിക്കുള്ള ഒരു കഥ പച്ചത്തിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ വേണമെങ്കിൽ വന്നാലേ നന്നാവും. അല്ലാതെ ഒരിക്കലും ഇവിടെ നിന്ന് ഇന്ത്യൻ ആക്ടറെ കൊണ്ടുപോയിട്ട് ഒരിക്കലും ഒരു ആഗോള നേതാവായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര മോശമായിപ്പോകും. അത് മാത്രമല്ല ഈ സിനിമയിൽ ഒരുപാട് ഫോറിൻ ആക്ടേഴ്സൊക്കെ അഭിനയിക്കുന്നുണ്ട്. ആ ഒരു കാര്യവും അവിടെ ഇരിക്കട്ടെ. അതുകൊണ്ട് മെയിൻ തീമായിട്ട് നമുക്ക് റിക്യൂൺ വന്നു കഴിഞ്ഞാൽ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ആ ഒരു കാര്യം വെച്ച് ഇതൊക്കെയാണ് എൻ്റെ ഫൈൻഡിങ്സും കാര്യങ്ങളൊക്കെ. ആഗോളതലത്തിലെ ഒരു ഡ്രഗ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഗാങ്സ്റ്റർ നമുക്ക് പറയാം. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് അത് റിക്യൂണായിട്ട് വരട്ടെ. അപ്പോൾ മോഹൻലാലിൻ്റെ ഖുറേഷി എബ്രഹാം ബിസ് റിക്യൂൻ്റെ ആ ഒരു യക്കുസ ഗാങ്ങിനെ റെപ്രസെൻ്റ് ആ ഒരു വ്യക്തി ഇവർ തമ്മിലുള്ള യുദ്ധവും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടറിയാം. ഇതാണ് ഇങ്ങനെ വന്നാൽ മാത്രമേ ഈ സിനിമയ്ക്ക് ഒരു ഹൈപ്പും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യപ്പെടത്തുള്ളൂ. ആ ഒരു കാര്യം ചിത്രമേ പറയാൻ വേണ്ടുള്ളൂ. ദാറ്റ്സ് റിക്കി യൂണാണ് ഈ ഒരു കഥാപാത്രം ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് ചില നിഗമനങ്ങളും കാര്യങ്ങളുണ്ട് എനിക്കെത്താൻ വേണ്ടി പറ്റിയത്. പിന്നെ അത് മറ്റാരെങ്കിലും ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്കൊരു നാണക്കേടോ കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ഒരു ഫൈൻഡിങ്സ് പറഞ്ഞതേ. പിന്നെ അത് റിക്യൂൺ തന്നെ ആകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ. ഇനി ഫഹദ് ഫാസിലാണെന്ന് ചെയ്തെങ്കിൽ മോഹൻലാലായിട്ടൊക്കെ ഒരു ടഫ് വില്ലായിട്ട് നിൽക്കാണ്ട് ഒരിക്കലും ഫഹദിനെ പറ്റത്തില്ല. അമീർ ഖാൻ ആണെങ്കിൽ ഒട്ടും പറ്റത്തില്ല. അതിനൊക്കെ ഈ സിനിമയെ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു തന്ത്രമായി ഇൻഡസ്ട്രി ലെവലിൽ നിന്ന് ഒരാൾ വന്നാൽ മാത്രമേ പറ്റൂ. അതല്ലാതെ വേറെ ആര് വന്നിട്ട് കാര്യമില്ല. അതല്ലാതെ വേറെ ആര് വന്നിട്ട് ഒരു കാര്യമില്ല. ഈ വില്ലൻ ഒരു ഹോളിവുഡ് ആക്ടർ തന്നെ ആയിരിക്കണം. അത്രയ്ക്ക് ഒരു മാർഷൽ ആർട്സ് കാര്യങ്ങളൊക്കെ ഉള്ള അത്രയ്ക്ക് ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള ആൾ തന്നെ ആയിരിക്കണം. നമുക്ക് കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു. സോ ആ ഒരു കാര്യം വെച്ച് റിക്കി യൂൺ തന്നെയായിരിക്കും ഈ ഒരു കഥാപാത്രം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി ഒരു മാറ്റം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒപ്പീനിയൻ കാര്യങ്ങളൊക്കെ മാത്രം ഇനി കണ്ടറിയാം. അതിന് തെറ്റിപ്പോയാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഐ തിങ്ക് ഈസ് റിക്ക് യൂൺ. ഓക്കെ, അത്ര പറയാൻ വേണ്ടിയുള്ളൂ. ലൂസിഫർ 2ാം ഭാഗമായ എംപുരാൻ സിനിമയിലെ ആ ഒരു ഡ്രാഗൺ സിമ്പിൾ കഥാപാത്രം ഈസ് റിക്ക് യൂൺ. അത്ര ഞാൻ പറയുന്നുള്ളൂ. അത് അങ്ങനെ തന്നെ വരട്ടെ എന്നുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ ഫൈൻഡിങ്സ് ഞാൻ തീർത്ത് പറഞ്ഞു. ദാറ്റ്സ് റിക്ക് യൂൺ. അതല്ല വേറെ ആരുമല്ല. അമീർ ഖാൻ അല്ല, ഫഹദ് ഫാസിലല്ല, ഷാറുഖ് ഖാൻ അല്ല, കമൽ ഹാസൻ അല്ല, ടൊവിനോ അല്ല, ആരുമല്ല. ദാറ്റ്സ് റിക്ക് യൂൺ. ഇത്ര ഞാൻ പറഞ്ഞുള്ളൂ. ആ ഒരു കാര്യം വെച്ച് എൻ്റെ ഫൈൻഡിങ്സും കാര്യങ്ങളൊക്കെ ഇത്ര എനിക്കുള്ളൂ. ഇതാണ് എൻ്റെ ഒരു കണ്ടുപിടുത്തം കാര്യങ്ങളൊക്കെ. ദാറ്റ്സ് റിക്ക് യൂൺ. ഓക്കെ, ഇത്രയുള്ള പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു 80 വില്ലൻ കഥാപാത്രം ഈസ് റിക്ക് യൂൺ. ഓക്കെ.